നമുക്ക് വഴിയെ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് ഇങ്ങനെ ഒരു ലൈവ് എന്താ പറയാ, നമ്മൾ ഓൾ ഓഫ് എ സഡൻ ഇതിപ്പോ നമ്മളത് ചെയ്യാനുള്ള കാരണം തന്നെ ഇപ്പം കേരളത്തിലെ കുട്ടികൾ ഇപ്പൊ ഇത് എഴുതുമ്പോ ഞാൻ എല്ലാ ആൾക്കാരെയും വിളിക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മളെ ബിഗ് ടീമാണ്. ഓക്കെ, കുറെ നേരം വെയിറ്റ് ചെയ്യുന്നത് എന്നോട് നിർത്താൻ പറഞ്ഞിട്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അപ്പം മാത്സ് ഇന്നത്തെ സെഷൻ കമ്പയർ ടു പ്രീവിയസ് സെഷൻ എസ്പെഷ്യലി അത് എന്താ പറയാ മോഡറേറ്റ് ഡിഫിക്കൽട്ട് ആയിരുന്നു ഇന്നത്തെ സെഷൻ കേട്ടോ. സെഷൻ 1 ഷിഫ്റ്റ് 1 കുറച്ച് എന്താ പറയാ ഒരു നല്ല ട്രിക്കി ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഉണ്ടായിരുന്നു. നമ്മളിത് ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളങ്ങനെ ഡിസ്കസ് ചെയ്തപ്പം ഈ ജെയുടെ എന്താ പറയുന്നത് സെഷൻസിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് എന്താ പറയാ ആ ഒരു 10 സെറ്റാണ് എക്സാംസ് ഉണ്ടാവുക. അതിന്റെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ പക്ഷെ ഇത് എന്താ പറയാ ഒരു പ്രോപ്പർലി കുട്ടികളെയൊക്കെ എത്തിക്കുന്ന കേരളത്തിലെ പ്ലാറ്റ്ഫോംസ് കുറവാണ്. എസ്പെഷ്യലി എന്താ പറയുന്നത് ആ ദിവസം തന്നെ എത്തിക്കുന്ന പ്ലാറ്റ്ഫോംസ് കുറവാണ്. ഇത് കഴിഞ്ഞ ഒരു മാസം 2 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഇപ്പൊ പരീക്ഷ എന്ന കുട്ടിക്ക് കാര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ആ ഒരു തോട്ടോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ആലോചിച്ചത്. ഇത് വിജയിക്കുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. ഓക്കെ, എന്തായാലും നിങ്ങൾ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു, പല രീതിയിലായിട്ട് സപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, വിജയിച്ചു എന്നാണ് നമ്മൾ കരുതുന്നത്. ബാക്കി സാർമാർ സംസാരിക്കട്ടെ. തീർച്ചയായിട്ടും ഇപ്പൊ നമ്മുടെ ജനുവരിയിലെ ഫസ്റ്റ് ഫേസിന്റെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കുറെ പേർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി സെക്കൻഡ് ഫേസിലേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ ചാനലിൽ ഉണ്ടാകും. അപ്പൊ ഇനിയുള്ള വീഡിയോസ് ഒക്കെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. മെയിനിൽ എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, കട്ട് ഓഫിനെ പറ്റിയുള്ള കാര്യങ്ങളുണ്ടാവും. അത് കൃത്യമായിട്ട് നിങ്ങളോട് കൃത്യമായിട്ട് വിശദീകരിച്ച് തന്നെ തരുന്നതായിരിക്കും ഇവിടുത്തെ എക്സ്പേർട്സ്. അപ്പോ കെമിസ്ട്രി ഇത്തവണത്തെ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ എന്തായിരുന്നു? കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ വളരെ NCERT ബേസ് ആക്കി കളഞ്ഞു. അതേപോലെ ഒരു അരമണിക്കൂറിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു കെമിസ്ട്രി. ആ അരമണിക്കൂറിനുള്ളിൽ ചെയ്ത് ബാക്കിയുള്ള എല്ലാം മാത്സിനും ഫിസിക്സിനും എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ആ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ? ഐ തിങ്ക് അതുപോലെ തന്നെയാണ്. പിന്നെ ഫിസിക്സിന് ചില ഷിഫ്റ്റുകളിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ആദ്യം ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേറെ അനാലിസിസ് ഞാൻ പറയും. അതിനു മുമ്പ് വേറെ ചില ഷിഫ്റ്റുകൾ സ്റ്റാർട്ടിങ് 27 അങ്ങനത്തെ 2 ഷിഫ്റ്റ് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അതിന് ശേഷം വന്ന ഷിഫ്റ്റിന് അവര് ഓക്കെ പണിയെടുക്കട്ടെ, കുട്ടികൾ ചെയ്യട്ടെ, അതായത് കാൽക്കുലേഷൻ കുറച്ചിങ്ങനെ കൂടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്യാൻ പറ്റും. അതിപ്പോ വീഡിയോയിൽ ഞാൻ ചില ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചില ടോപ്പിക് നോക്കി വെക്കണം, ചില ടോപ്പിക് എല്ലാ ഷിഫ്റ്റിലും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഏതൊക്കെ ചാപ്റ്റർ, അതായത് നെക്സ്റ്റ് ഒരു സെഷനിലേക്ക്, നെക്സ്റ്റ് ഏപ്രിൽ സെഷനിലേക്ക് എന്തൊക്കെ നോക്കണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ടെക്നിക്ക്, എന്തൊക്കെ ടാക്കിൾ ചെയ്ത് നമുക്ക് മനസ്സിലാവും എന്നുള്ളത് നമുക്കൊരു നമ്മളിതില് നമ്മുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത് കേരളത്തിൽ സാധാരണ ജയിലിലേക്ക് എത്തുന്ന കുട്ടികൾ കുറവാണ്. അത് മാക്സിമൈസ് ചെയ്യുന്നതാണ് നമ്മുടെ ടാർഗറ്റ്. അതൊരു കാലത്ത് നമ്പർ 1 തന്നെ കേരളത്തിനാവണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ നിങ്ങളെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്. അതാണ് കോഡിന്റെ ജെഇ ചാനലിന്റെ മോട്ടോ എന്ന് പറയുന്നത്. ഇപ്പൊ ഇതുവരെ നമ്മൾ ചെയ്തത് ഒരു നന്നായിട്ടൊരു സക്സസ് ആയിട്ടുണ്ട്. അതായത് കുറെ ക്വസ്റ്റ്യൻസ് കുറെ കോളുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ ഫീഡ്ബാക്കിൽ നിന്ന് കോളുകളിൽ നിന്ന് നമുക്ക് കൂടുതൽ പ്രചോദനമുണ്ട്. അപ്പൊ ഇനിയുള്ള അടുത്ത ഫേസ് അത് നിങ്ങൾക്ക് ഉറപ്പ് വരാണ്. അടുത്ത ഫേസ് 2 ഇതേപോലെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അന്ന് തന്നെ വൈകിട്ട് കേരളത്തിൽ മറ്റ് സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളത് ലൈവിൽ എത്തിച്ചിരിക്കും. അത് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ പറയാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ അഡ്വാൻസിന്റെ ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോസും ക്ലാസ് ഡിസ്കഷൻസും തീർച്ചയായിട്ടും ഉണ്ടാവും. ജെഇക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അറിയിക്കാൻ കൃത്യമായിട്ടുള്ള വീഡിയോസ് ഉണ്ടാകും. അപ്പോൾ ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് ആരൊക്കെയെങ്കിലും അതേപോലെ ജെഇയോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആസ്പിരൻസോ ആകണം, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് പോകണം എന്ന് ആഗ്രഹമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് കൂടുതൽ പറയാനുള്ളത്. ബാക്കി തന്നെയായിരുന്നു. എല്ലാവരും ടയേർഡാണ്. ഓക്കെ, അപ്പം നിങ്ങളെ എൻകറേജ്മെന്റ് ആണ് നമ്മുടെ ഫ്യൂവൽ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ നല്ല രീതിയിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അങ്ങോട്ട് അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.